നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം പ്രവചിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നാരായണീയം പകർത്തി എഴുതാൻ തുടങ്ങിയിട്ട് ഇന്ന് 8ാമത്തെ ദിവസമാണ്, 8ാമത്തെ ദശകമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ശ്ലോകം ഇരിക്കുന്നത് കേട്ടോ. അസ്മിൻ പരാത്മൻ എന്ന് തുടങ്ങുന്നത്. നിരവധി തവണ അതിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് മേൽപ്പത്തൂര്. അതേപോലെ തന്നെ നമ്മളും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് തരത്തിലുള്ള അസുഖങ്ങളാണെങ്കിലും അത് മാറിക്കിട്ടുന്നതാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ശ്ലോകമുള്ള ഒരു ദശകം തന്നെയാണ്. എല്ലാവരും എഴുതിയിട്ടുണ്ട് എന്ന് തന്നെ കരുതുകയാണ് കേട്ടോ. ഇനിയും എഴുതി കഴിയാത്തവർ ഇന്ന് തന്നെ എഴുതിയിട്ട് അവസാനിപ്പിക്കാം. പിന്നെ ഇന്നലെ ഒരു ഭക്ത ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഒരു പ്രായമായിട്ടുള്ള അമ്മയാണ് കേട്ടോ. കുറേ നാൾ മുൻപേ നാരായണീയം എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതിയിട്ട് ഈ അമ്മയുടെ ഭാരത്തിന് തുല്യമായിട്ടുള്ള അത്രയും പുസ്തകങ്ങളിൽ എഴുതിയിട്ട് അതുകൊണ്ട് തുലാഭാരം നടത്തിയെന്നും കൂടെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ. നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ എഴുതാനായിട്ട് തുടങ്ങിയത് വളരെ നല്ലൊരു കാര്യമൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെ കൊണ്ടും അതൊക്കെ ചെയ്യിപ്പിക്കുന്നതും ഗുരുവായൂരപ്പൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരുടെ അടുത്തും പങ്കുവെച്ചതാണ്. അപ്പം ഇനി നമുക്ക് അലങ്കാരത്തിലേക്ക് കിടക്കാം. ഇന്നലെ ഉച്ചപൂജയ്ക്ക് ഭഗവാനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു. അത് യദുകൃഷ്ണ വ്ലോഗ്സ് എന്ന് വെണ്ണക്കണ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആതിര FR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് വെണ്ണയും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന കണ്ണനായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്, എന്നാലും കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആതിരയാണ്. എന്നാലും രണ്ടുപേരുടെ അടുത്തും ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. അത് ഇന്നലത്തെ അലങ്കാരമാണ്. ഇന്നത്തെ അലങ്കാരം എന്തായിരിക്കും നമുക്കൊന്ന് പ്രവചിക്കാം കേട്ടോ. ഇന്ന് മാർച്ച് 22-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ ഏത് രൂപത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും നമുക്ക് എല്ലാവർക്കും ദർശനം നൽകുക എന്നുള്ളത് ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.